ശത്രുക്കളെ കൊണ്ട് ദോഷങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവർ അത് ഏത് തരത്തിലൊക്കെ വെച്ചാൽ നമ്മുടെ കുടുംബപരമായിട്ട് പരാജയപ്പെടുത്താൻ, തൊഴിൽപരമായിട്ട് പരാജയപ്പെടുത്താൻ, നമ്മുടെ ജീവിത മാർഗങ്ങൾക്കൊക്കെ നാശമുണ്ടാക്കുന്നവർ, അതുപോലെ ജീവിക്കാൻ തന്നെ പറ്റാത്ത തരത്തിൽ പലതരത്തിലും നമ്മളെ ഉപദ്രവിക്കുന്ന ചില ശത്രുക്കളുണ്ട്. നമുക്ക് ജീവിച്ചേ പറ്റൂ, പക്ഷെ നമുക്ക് എല്ലാ തരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ശത്രുക്കളുണ്ടെങ്കിൽ അവരെ നമുക്ക് മസിൽ പവർ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക മണി പവർ കൊണ്ടോ പൊളിറ്റിക്കൽ പരമായിട്ടോ നമുക്ക് നേരിടാൻ സാധിക്കാത്തവരായിരിക്കും. ഇപ്പോൾ ഒരു പരാതി കൊടുത്താൽ നമുക്കത് മാറ്റാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർ നമ്മളെ ബിസിനസ് തകർക്കാൻ വേണ്ടി മറ്റുള്ള ആൾക്കാരിൽ കുറ്റം പറഞ്ഞിട്ടും അങ്ങനെ പലതരത്തിലും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ അവിടുന്ന് ഓടിക്കുന്ന പരിപാടിയാണ് ഇത്. അവരെ നശിച്ച് നാരണകല്ലോ. അവർക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ അവർക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നത് നിർത്തും. അവർ നമുക്ക് ഏത് തരത്തിലാണോ ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ അവർക്ക് തിരിച്ചടിക്കും. അവരുടെ കുടുംബം കലങ്ങും. അങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ ശത്രുവിനെ നശിപ്പിക്കുന്ന ഒരു ക്രിയയാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജീവനം നമ്പിശമ്പടി. ലക്ഷ്യം തന്നെ ജീവിതത്തിൽ കരകയറണം, നല്ല കുടുംബം നോക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും പ്രയത്നിക്കുന്നത്. ഒരു തരത്തിലും നമ്മളെ ജീവിക്കാനോ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാത്ത ചില ശത്രുക്കളുണ്ട്. നമ്മളെ ബുദ്ധിമുട്ടിക്കൽ മാത്രം അവരെ ഒരു ക്രൈസായിട്ട് നടക്കുക. അതുവെച്ചാൽ നമുക്കൊരു ബിസിനസ് ഉണ്ട്, അത് പൂട്ടിക്കാൻ നോക്കുക. അപ്പോൾ അത് നമ്മളെക്കാളും വില കുറച്ച് അവർ വിൽക്കുക. അപ്പോൾ നമ്മുടെ ശത്രുവായി മാറിയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പാരവയ്ക്കുക, അല്ലെങ്കിൽ മാന്ത്രികപരമായിട്ട് നമുക്ക് ചെയ്യുക. അതുപോലെ തന്നെ അവർ പല ആൾക്കാരെ വിട്ടും പല ഉപദ്രവങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ വീടിനും ബിസിനസ്സിനും തൊഴിലിനും ഒക്കെ ബാധിക്കുന്ന ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കരകയറിയേ പറ്റുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് വേണം? അവരെ ഒതുക്കൽ തന്നെയാണ് നമുക്ക് മാർഗമുള്ളത്. കാരണം നമുക്ക് ജീവിച്ചേ പറ്റൂ. നമുക്കുമുള്ള വഴി മുന്നോട്ടാണ്. ആ മുന്നോട്ടുള്ള വഴി തടസ്സപ്പെടുത്തുന്നത് ആരാണെങ്കിലും മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടും പൊളിറ്റിക്കൽ പവർ കൊണ്ടും നമുക്ക് താങ്ങാൻ പറ്റാത്ത ആളായിരിക്കും. പക്ഷേ അയാളെ തന്നെ സ്വയം വെണ്ണൂറായി നശിച്ച് നാരായണക്കല്ലാക്കുന്ന ഒരു പരിപാടി. കാരണം എന്ന് വെച്ചാൽ മാനസിക വിഭ്രാന്തി, കടം വന്ന് നശിക്കുക, കുടുംബകലഹം ഉണ്ടാവുക, അയാൾ ചെയ്യുന്നതൊക്കെ മണ്ടത്തരങ്ങളിൽ ചെന്ന് നശിച്ച് അയാൾ കുത്തുവാളെടുത്ത് നാട് വിട്ടു പോകുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പോകണം. ഇതിന് കുറെ തരത്തിലുള്ള ക്രിയയുണ്ട്. അത് നമുക്ക് നമ്മൾ ആദ്യം സിമ്പിളായിട്ടൊരു കാര്യം പറയിച്ചാൽ ഇതിന് ഉച്ചാരണ ക്രിയ എന്നാണ് ഇതിന് പറയുക. നമ്മളെ ശത്രുവിനെ ഇല്ലാതാക്കലും നമ്മൾ അവിടെ നാട് വിട്ട് ഓടിക്കലുമാണ്. അങ്ങനെ വരുമ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു സംഭവം എന്താ വെച്ചാൽ ആവണക്കിന്റെ കൊമ്പെടുക്കുക. അതൊരു ചാൺ നീളത്തിലെടുക്കുക. ആവണക്ക് എന്ന് പറയും. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കോളൂ. അതിൻ്റെയൊക്കെ വീഡിയോ കാണിച്ചു നിൽക്കുക. അതൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും, നിങ്ങൾ കാണൂല, ബോറടിക്കുകയും ചെയ്യും. അപ്പോൾ ആവണക്ക് എന്ന് പറയുന്നത്, അവണക്കെണ്ണ എന്ന് പറയുന്നത് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു തണ്ട് ഇത്ര പോകുന്നത് എടുക്കുക. ഇത്ര പോകുന്ന ഒരു 4 തണ്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് വേണം? നമ്മൾ ഈ പറയുന്ന മന്ത്രം അതിൽ ജപിക്കുക. ജപിക്കുമ്പോൾ ആ 4 തണ്ട് അടുപ്പിച്ച് വെക്കുക. വെച്ചിട്ട് അതിൻ്റെ മേലെ അരിയും പൂവും വെച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഈ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ അവരുടെ വീടിന്റെ 4 മൂലയ്ക്ക് കൊണ്ടുപോയി കുഴിച്ചിടാം. ഇല്ലെങ്കിൽ അവരെ സ്ഥാപനത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി കുഴിച്ചിടാം. അങ്ങനെ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കുകയും ചെയ്യാം. അയാൾ വന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് തുടങ്ങും പരിപാടി. അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഏറ്റവും നല്ല ഇതിനേക്കാൾ എഫക്റ്റുള്ള മറ്റൊരു കാര്യം മനുഷ്യ അസ്ഥി. കാരണം അസ്ഥി ഇതുപോലെ തന്നെ ഒരു ചാൺ നീളത്തിലുള്ള ഒരു അസ്ഥി കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതേ മന്ത്രം തന്നെ നമ്മൾ ജപിച്ചു കഴിഞ്ഞിട്ട് ഈ അസ്ഥിയുടെ മേലെ പൈശാചികത വന്നു ചേരുത്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ശത്രുവിന്റെ വീടിന്റെ പടിക്ക കൊണ്ടിടുക. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകത ഉണ്ട്. കാരണം വെറുതെ നടക്കുന്ന ആൾക്കാരെ നശിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ സ്വയം നശിക്കണ പണിയായി മാറും. അപ്പോൾ നമുക്ക് ജീവിതത്തിന് സഹിമുട്ടിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു എല്ലിന്റെ കഷ്ണത്തിന്റെ മേലെ നമ്മൾ ഈ പറയുന്ന മന്ത്രം ജപിച്ചിട്ട് അതും നമുക്ക് എന്താണ് ഈ ശത്രുവിന്റെ സ്ഥാപനത്തിന്റെ മുന്നിലോ
സ്ഥാപനത്തിന് മുന്നിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ സ്ഥാപനത്തിനുള്ളിൽ കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ അവർ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുക. ഇത് ചെയ്ത് കഴിഞ്ഞാലും അവർ നശിച്ച് നരണകല്ലാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, കാക്കയുടെ തല. കാക്ക ഉണ്ടല്ലോ, നമ്മൾ കാക്കയുടെ തല നമ്മളെങ്ങനെയും കാക്കനെ പിടിക്കുക, തല വെട്ടിയെടുക്കുക തന്നെ ചെയ്യുക. അതിനുശേഷം ഇത് നിയമപരമായിട്ട് കാക്കനെ കൊന്ന കേസുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, അത് വേറെ വർഷം. പക്ഷേ അങ്ങനെ എടുത്തിട്ട് അത് എള്ളെണ്ണയിൽ നമ്മൾ ചതയ്ക്കുക. ഇത് എള്ളെണ്ണയിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ കംപ്ലീറ്റ് അത് വറുത്തിട്ട് അതിൽ മൂപ്പിച്ചെടുത്ത് അത് ചതച്ചിട്ട് എള്ളെണ്ണയിലാക്കുക. എന്നിട്ട് ആ എണ്ണയിൽ ഈ മന്ത്രം ജപിക്കുക. അത് അയാളുടെ തലയിൽ തട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ബുദ്ധി നഷ്ടപ്പെടും. അമ്മാതിരി പവറുള്ള എന്തിനേയും നമുക്കെതിരായി നിൽക്കുന്ന വ്യക്തി ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമ്മൾ പല പല കാര്യങ്ങളും ചെയ്തിട്ടും ഫലിക്കണില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 15,000-20,000 രൂപ മേടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിന് നമ്മൾ പണിക്കൂലിക്ക് പുറമെ അതിൻ്റെ ദുരിതം ഞങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി വേറെ കർമ്മം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പൈസ കൂടുതൽ പറയണത്. ഇതിനപ്പോ എന്ന് ആൾക്കാർ ചോദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ടാണ് ഗൃഹീശ്വരന്മാർ ഇത് കണ്ടെത്തിയെടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുമ്പോൾ ഇതിന്റെ മെനക്കെടിന്റെ കൂലിയും അതിന്റെ ദുരിതം അടിക്കാൻ വരുന്നതിന്റെ പരിഹാരത്തിന്റെ ഇതും കൂടിയിട്ട് നമുക്ക് തരേണ്ടതായിട്ട് വരും. അതാണ് 15,000-20,000 രൂപയ്ക്ക് ചെലവ് വരും. അന്നങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്ത് തരുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ മന്ത്രസിദ്ധിയുടെ എനർജി പോകുന്നൊരു കാര്യം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടത്താനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ എനിക്കിത് ജീവിച്ചേ പറ്റുള്ളൂ, അതിന് വേറെ വഴിയൊന്നുമില്ല, അപ്പോൾ ഈ സംഗതി പ്രയോഗിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതൊരു പ്രശ്നമല്ല. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ പ്രതിവിധി എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് ദോഷമില്ല. പക്ഷെ മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിവിധി അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇത് വെറുതെ നടക്കുന്ന ഒരാളെ, വെറുതെ നല്ലപോലെ ജീവിക്കുന്ന ഒരാളെ നമുക്ക് കുറ്റടിച്ചിട്ട് അയാളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് അങ്ങേറ്റം ദോഷം കൂടിയാണ്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു ക്രിയയാണ് ഈ പറയുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ വേറൊരാള് നമുക്കിതിന് വേണ്ടി ചെയ്ത് എന്ന് വിചാരിക്കുക. നമ്മുടെ വീട്ടിലെ ശത്രുദോഷവും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ കുടുങ്ങിയിരിക്കുന്ന നേരാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഇതിന്റെ കോലരക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം മേടിക്കാൻ കിട്ടും. ഈ കോലരക്കും നെല്ലിക്കയും കൂടിയിട്ട്, നെല്ലിക്കാപ്പൊടിയും കൂടിയിട്ട് ഒരു 25 ഗ്രാം വീതം എടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ചേർത്തിട്ട് എണ്ണ കാച്ചിയിട്ട് ഓം നമഃശിവായാന്നും ഓം നമോ നാരായണായ നമ എന്നും ജപിക്കുക. അപ്പോൾ ദേവിയുടെയും ഓം ദേവഭദ്രകാളിയെ നമ എന്നും ജപിച്ചിട്ട് ആ എണ്ണ എടുത്ത് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് അത് തേച്ച് കഴിഞ്ഞാൽ ഈ ഉച്ചാടന ക്രിയ എന്ന് പറയുന്ന തരത്തിൽ നമുക്ക് ഏറ്റിട്ടുള്ള ഈ പൈശാചികത ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അത് ഇതിന്റെ പ്രതിവിധിയാണ്. അതും കൂടി അറിഞ്ഞിട്ട് വേണം നിങ്ങളിത് പ്രയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് കരകയറാൻ വേണ്ടിയിട്ട് നമ്മളെ മക്കളെ ജീവിതം, നമ്മളെ കുടുംബം, തൊഴിൽ, സമ്പത്ത്, സാമ്പത്തികം, അഭിമാനം മുതലായ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി സ്വന്തമായിട്ട് ചെയ്യുക. അല്ലാതെ വെറുതെ നല്ലപോലെ നടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇത് ചെയ്യരുത് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ മന്ത്രത്തിന്റെ ഗൃഹീശ്വരനെ നല്ലതുപോലെ സ്മരിച്ചിട്ട് വേണം, ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ മന്ത്രം ഇതിലൊക്കെ ചെയ്തിട്ട് ഇതുപോലെയൊക്കെ കൊണ്ടുപോയി സ്ഥാപിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ മന്ത്രം ജപിച്ച കണ്ടെത്തിയ ഗൃഹീശ്വരനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഗൃഹീശ്വര, ഈ മന്ത്രം ജപിക്കാൻ പോകുന്നുണ്ട്, അതിനോട് ബന്ധപ്പെട്ട ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകണമെന്നും ഇതിന് ഫലം ഉണ്ടാവണമെന്നും പ്രാർത്ഥിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ രുദ്രായ ദംഷ്ട്ര കരാളായ കപില രൂപായ അമുഖം എന്നുള്ളടത്ത് നമ്മുടെ ശത്രുവിന്റെ പേര് ചേർക്കുക. സപുത്ര പശു ബാന്ധവൈ സഹ ഹന ദഹ പജ ശീക്രം മുച്ചാടയ ഹും ഫട്ട് സ്വാഹ ഢ ഢ. അത് ചൊല്ലി ഇത് ആ മുഖം എന്നുള്ളടത്ത് ഈ ശത്രുവിന്റെ പേര് ചേർക്കണം. എന്നിട്ടാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി. അപ്പം ചില ആൾക്കാർ പറയണില്ലേ, ഇത് തകിട് സ്ഥാപിച്ചപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ ആകെ ദുരിതം, മക്കൾക്ക് പണിയില്ല, കുടുംബത്തിന് പണിയില്ല, ആകെ നശിച്ച് നരടക്കല്ല എന്നൊക്കെ. നമുക്ക് ശത്രുക്കൾ വെറുതെ വെക്കുന്ന ഒരു വില്ലാണ് ഇതൊക്കെ. നമ്മുടെ വളർച്ച തകർക്കാൻ വേണ്ടി ഇത് ചെയ്യും.
ഈ ചെയ്യുന്ന വ്യക്തികൾക്ക് അതുകൊണ്ട് തന്നെ പരാജയപ്പെടും, അത് വേറെ വശം. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെ നമുക്ക് ഒതുക്കാൻ വേണ്ടി വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മന്ത്രപ്രയോഗമാണ് ഈ പ്രയോഗം. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഫീൽ ചെയ്യണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുത്ത് ചെയ്ത് തന്നെ പരിഹരിക്കുക. ഇത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഇതിന് നമുക്ക് വലിയൊരു തുക ചെലവുണ്ട്. നമ്മൾ ഈ ദോഷം ഏറ്റ വ്യക്തി അത് പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ അത് ഫലം പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പണം നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ വ്യക്തി ശത്രുത വന്നുകൊണ്ടിരിക്കും. അതിനേക്കാൾ നല്ലത് വല്ലപ്പോഴൊരു ദിവസത്തിന് വേണ്ടി മെനക്കെട്ട് നമ്മളൊരു ദിവസം മെനക്കെട്ടാൽ നമുക്ക് ഇതിന് പൂർണ്ണ ഫലം കിട്ടും എന്നുള്ളതാണ്. ഈ മന്ത്രം ചൊല്ലേണ്ടത് 1008 തവണ ചൊല്ലണം. ഈ മന്ത്രം നമ്മൾ ബൈഹാർട്ടാക്കുക. എന്നിട്ട് ഈ സംഭവങ്ങൾ ഏതാണോ, അവണക്കൻ്റെ കൊമ്പാണോ, അതുപോലെ തന്നെ അസ്ഥിയാണോ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ കാക്കയുടെ തലയിൽ വയ്ക്കുന്ന പ്രയോഗമാണോ, ഏതാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ച് മനസ്സിലാക്കി അതിനു വേണ്ടി പ്രയോഗിക്കുക. ഒരിക്കൽ നമ്മൾ അവണക്കിൻ്റെ കൊമ്പ് പ്രയോഗിച്ചു, ഫലിച്ചില്ല എന്ന് വന്നേക്കാം. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ അസ്ഥി പ്രയോഗിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കാക്കയുടെ ആ പ്രയോഗം പറഞ്ഞ തല കൊണ്ടുള്ള പ്രയോഗം നമ്മൾ പ്രയോഗിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ഏറ്റില്ല എന്ന് കരുതി നമ്മൾ പിന്മാറരുത്. കാരണം ശത്രുവിന് ബലം കൂടുതലാണെങ്കിൽ പല പല സമത്തുക്കളെ കൊണ്ടുള്ള ക്രിയകളും നമുക്ക് പ്രയോഗിക്കേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ ലക്ഷ്യം കാണും വരെ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നാളെ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.